ഇത് നമ്മളുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ ആറാപ്പുഴ എന്ന് പറയുന്ന ഒരു ഫാമാണ്. ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ മദർ പ്ലാന്റിൻ്റെ വീഡിയോ 2 ചെയ്തു, ഇനി 3ാമത്തെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു നേഴ്സറിൻ്റെ ഒന്നും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ ആണ് വരുന്നത്. ഇതെല്ലാം അത്യാവശ്യം നമ്മൾക്ക് ഇവിടെ ഉള്ളതെല്ലാം വലിയ വലിയ പ്ലാന്റ്. ഇതെല്ലാം പുലാസാൻ്റെ പ്ലാന്റുകളാണ്. പുലാസാൻ്റെ നമ്മൾക്ക് ഒരുപാട് വെറൈറ്റി, ഒരുപാട് പ്ലാന്റുകളുണ്ട്. അവിടെ നമ്മൾ തോട്ടത്തിലും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം നാൻഡോക്കുമൈൻ്റെ സൂപ്പർക്യൂ, പോർക്കേജ്, നൂർജാൻ, അങ്ങനെ തുടങ്ങുന്ന ഒരു മാംഗോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം അങ്ങനെയുള്ള ഒരു മാംഗോ വെറൈറ്റിയാണ്. ഇതെല്ലാം നമ്മൾക്ക് ഇത് മേമി സർപ്പോട്ടൊക്കെ നമുക്കൊരു 4 വർഷം പ്രായം കഴിഞ്ഞതാണ്, കായ്ക്കാനായ പ്ലാന്റുകളാണ്. അതിൻ്റെയൊക്കെ അത്യാവശ്യം കടവണ്ണം കണ്ടില്ലേ, കടവണ്ണമുള്ള പ്ലാന്റുകളാണ് അതൊക്കെ. ഇതെല്ലാം കാലാപ്പാടി ഉള്ള ഒരു സെൻസിൽ ഇതിലേക്ക് പോവുക. കാലാപ്പടിയൊക്കെ മൂത്ത് തുടങ്ങി. ഇതൊക്കെ നമുക്ക് മിയാസാക്കിൻ്റെ മാവുകൾ. അതൊക്കെ അത്യാവശ്യം ഇത്തിരി ഒരു 2-3 വർഷം, 2.5 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. 2.5 വർഷമായി വെച്ചിട്ട്, ഫസ്റ്റിൽ വെച്ചതാണ്. ഇതെല്ലാം ബൈറ്റ് ഞാവളെല്ലാം കാച്ചിട്ടുണ്ട്. കാലാപ്പാടിൻ്റെ മാങ്കോണ്. നിലത്തുത്തി കിടക്ക് താങ്ങാൻ പറ്റാണ്ട് ഒന്ന് പഴുത്ത് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഓസിയാങ് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ ഓസിയാങ്ങുണ്ട്, ജ്യൂസായി പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ നാൻഡോക്കുമൈൻ്റെ ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ്, 30 സൈസ് ബാഗിൽ വെച്ച പ്ലാന്റുകളാണ് നാൻഡോക്കുമൈൻ്റെ ഒക്കെ. ഇതെല്ലാം കാച്ചറ. ഇത് ഹൈറ്റ് കൂടിയ കാരണം കൊണ്ട് നമുക്കിത് ശരിക്ക് കിട്ടണില്ല. ഇതൊക്കെ ലോങ്കൻ്റെ വെറൈറ്റികളാണ്, ഡയമണ്ട് ലെവൽ ലോങ്ക. വലിപ്പമുള്ള ചെടികളാണ്, കാച്ചതുണ്ട്. ഇതൊക്കെ നാൻഡോക്കുമൈൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് കുറേ ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇപ്പോൾ വലിയ വലിയ പ്ലാന്റുകൾ, കൂടുതലും വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതെല്ലാം ഡക്കോപ്പ് ഓറഞ്ച് ഞാൻ ഒരുപാട് 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോകളിൽ. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി, ഓവർ മധുരമല്ല, എന്നാലും കഴിക്കാം.
അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ ബ്രൂണി കിങ്ങിന് നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട്, വലുത് തൊട്ട് ചെറുത് വരെയുള്ളതുണ്ട്. അങ്ങോട്ട് കാണില്ല, ഇരുട്ടുകുത്തി കിടക്കുന്നത് അവിടെ. ചെടികളൊന്നും നിറഞ്ഞിട്ടേ അടുപ്പിച്ചിട്ട് കിടക്കുക. ഇതെല്ലാം മേമി സർപ്പോട്ടിൻ്റെ ചെറിയ പ്ലാന്റുകൾ. ഇതൊക്കെ ലോങ്കൻ്റെ ബ്ലാക്ക് ലീഫ് പറഞ്ഞൊരു ലോങ്കനാണ്. ഇതെല്ലാം ബ്ലാക്ക് ലീഫ് നമ്മളെ തോട്ടത്തിൽ കാച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണിച്ചു തരാം. ഇമാ പസന്ത് ചെറുതാണ്, വലുതാവണുള്ളൂ. അത് ഇമാ പസന്ത്. ഇതൊക്കെ ഇമാ പസന്തിൻ്റെ ചെടികൾ 5 വർഷമായ ചെടികളാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ 5 വർഷമായ ചെടികളാണ്. കുറേ പഴങ്ങളൊക്കെ കഴിഞ്ഞു. മാവിൻ്റെ കുറച്ച് പഴങ്ങളൊക്കെ കഴിഞ്ഞു പോയി, പഴുത്തെടുത്തു. ഇതെല്ലാം സവാറയൊക്കെ നമുക്ക് കാച്ചതാണ്. ഒരു 8-10 വർഷത്തോളം ആയ പ്ലാന്റുകളാണ്, വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം ഇപ്പോൾ പഴം തീർന്നതാണ്. ഇതെങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇത് വീഡിയോ എടുത്തില്ല. ഇതൊക്കെ അതിൻ്റെ സവാറിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ്. 35 സൈസ് ബാഗിൽ നിൽക്കുന്നതാണ്. ഇതെല്ലാം അതന്നെ, അതിൻ്റെ ഉള്ളിലൊക്കെ അതന്നെയാണ്, സവാറിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ് ഇതൊക്കെ. നാൻഡോക്കുമൈ ഒരു ഇതായി. ഈ മാവുകളൊക്കെ പഴം കഴിഞ്ഞതാണ്. അത്യാവശ്യം നല്ല വലിപ്പം വരും. ഇതൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ ഇത് ഒരിക്കൽ കാച്ചി കഴിഞ്ഞതാണ്, പിന്നെ വീണ്ടും പൂത്തിട്ട് കായായതാണ്. പിന്താണിത്. ഇതെല്ലാം വലിയ മാവുകളാണ്, നാൻഡോക്കുമൈൻ്റെ വലിയ മാവുകളാണ്. ഒരു 3 വർഷം ആയ പ്ലാന്റുകളാണ് അതൊക്കെ. ഇതെല്ലാം 3 വർഷമായ പ്ലാന്റുകളാണ് നാൻഡോക്കുമൈൻ്റെ. ഇതെല്ലാം ഏറെക്കുറെ പഴം അവസാനിച്ചു. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലെല്ലാം പല വെറൈറ്റി മാവുകൾ, നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാനത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ലോങ്കൻ, ഇതെല്ലാം വൈറ്റ് ലോങ്ങിൻ്റെ ചെടികളാണ്. ഇതും വൈറ്റ് ലോങ്ങിൻ്റെ ചെടികളാണ്, വലിയ ചെടികളാണ്. വൈറ്റ് ലോങ്ങിൻ്റെ ഒരു 3 വർഷം കഴിഞ്ഞ ചെടികളാണ്. ഇതെല്ലാം ഓസിയങ്ങ് പറഞ്ഞൊരു വെറൈറ്റിൻ്റെ ചെടികൾ. ഓസിയങ്ങിന് നമുക്ക് പലയിടത്തും ഉണ്ട്. അതാണ് ഓരോരോ സ്ഥലങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേര് പറയുന്നത്, മാവിൻ്റെ പേര് പറയുന്നത്. ഇതെല്ലാം കാട്ടിമനെല്ലാം പൂത്ത്
ഇതെല്ലാം പോർച്ചീസ് എല്ലാം അവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. അത് ഹൈറ്റ് കൂടിയായിരുന്നു കിട്ടണില്ല. ചെറിയോ ഗ്രാൻഡ് ഇതൊക്കെ അതിൻ്റെ പ്ലാന്റ്. അപ്പോൾ നമുക്ക് 4 kg മാംഗോൻ്റെ ചെടികളാണ് അതൊക്കെ. ഇതെല്ലാം 4 kg മാംഗോൻ്റെ ചെടികളാണ് ഇതൊക്കെ. ഈ വെറൈറ്റി അപ്പുറത്തുണ്ട്. ഈ 4 kg മാംഗോ ഇതെല്ലാം വൈറ്റ് ലോങ്ങിൻ്റെ ചെടി നമുക്ക് പല ഇടത്തും ഉണ്ട്. അതുകൊണ്ട് ഓരോ ഇടങ്ങ് വരുമ്പോൾ കാണിക്കുന്നത്. ചിക്കൻ തിരക്കായ കാരണം കൊണ്ട് ഈ ചെടികൾ അടുപ്പിച്ചിട്ട കാരണം കൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോ കിട്ടുന്നുമില്ല. ഇതെല്ലാം നമുക്ക് ബനാന മാംഗോ. ഇതൊക്കെ ബനാന മാംഗോ ആണ്. ബനാന മാംഗോ പിന്താണ് പിടിച്ചുകൊണ്ടിരിക്കണം, കായ്കൾ പിടിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ്. ബനാന മാംഗോ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്താണ്. ബ്ലാക്ക് സർപ്പോട്ടിൻ്റെ നമുക്ക് കായ്ക്കാനായി പ്ലാന്റുകളാണ്. ഞാനത് പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കായ്ക്കാനായി വലിയ പ്ലാന്റുകളാണ്. ഒരു 4-4.5 വർഷം ഒക്കെ ആയ പ്ലാന്റുകളാണ്. അങ്ങനെ ശരിക്കും അപ്പുറമൊന്നും ശരിക്കും കാണാനില്ല. ഒലോസോപ്പോ, ഇതെല്ലാം ഒലോസോപ്പോൻ്റെ ചെടിയാണ്. ഇതെല്ലാം ബനാന മാംഗോൻ്റെ ചെടികളാണ്. വലിയ ബാഗുകളിൽ നട്ട് വെച്ചടക്കാം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പല വെറൈറ്റികളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പേര് പറയാണ്ട് വിടുന്നതാണ്. പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. അപ്പോൾ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. കുറച്ച് ചെടികൾ കാണിക്കാമെന്ന് മാത്രം. എല്ലാ വെറൈറ്റികളും ഉണ്ട്. അതായത് നമുക്ക് പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റിയും, ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റിയെന്ന്. സത്യം അതുതന്നെയാണ്. പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റിയും എല്ലാ വെറൈറ്റികളും കാണും. ഇതെല്ലാം ഡൽഹിക്കാരി ചാമ്പ. ഇതെല്ലാം പഴം തീർന്നു പോയതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം 4 kgൻ്റെ നൂർജഹാൻ 4 kg അതിൻ്റെ വെറൈറ്റി പ്ലാന്റ് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ അതിൻ്റെ വെറൈറ്റി പ്ലാന്റുകൾ അതൊക്കെ. ഇതെല്ലാം ജംബോ റെഡിൻ്റെ പ്ലാന്റുകൾ. തൊട്ടിയില വെച്ചടക്കണം. ജംബോ റെഡ്. ഇത് മല്ലിക പറഞ്ഞൊരു മാവാണ്. ഇതൊരു ഗ്യൂസായി പറഞ്ഞൊരു വെറൈറ്റി പിന്താണ്. ഇതെല്ലാം ജബോട്ടിക്കാവ പഴം കഴിഞ്ഞ് വീണ്ടും കേരി വരുന്നതാണ്. കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് മാറി. ഇത് ഒരു എസ്കേർട്ടിൽ പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം പൂക്കൾ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പൂക്കൾ കയറിക്കൊണ്ടിരിക്കുക. പഴം പറിച്ചു പോയി. പിന്നെ അടുത്ത പഴത്തിനുള്ള പൂക്കളായി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ജബോട്ടിക്കാവിൻ്റെ ചെടികൾ തന്നെയാണ്. ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞ ചെടിയാണ്. ഇതെല്ലാം പൂക്കളേക്ക് മാറിക്കൊണ്ടിരിക്കണം.
അബിയുൻ്റെ നമുക്ക് ചെറുതോട്ട് വലുത് വരെ ഉണ്ട്, കാച്ചത് വരെ ഉള്ളതുണ്ട്. ഇതെല്ലാം ജംബോ റെഡിൻ്റെ ചെടിയാണ്. സീഡ് ഫ്രീ ആക്ക്, അതായത് പശി ഉണ്ടായില്ല, ചവണി ഉണ്ടായില്ല, കുരു ഉണ്ടായില്ല. ഇതെല്ലാം സീറ്റ് ലൂബി വലിയ പ്ലാന്റുകളുമുണ്ട്, ചെറിയ പ്ലാന്റുകളുമുണ്ട്. കാച്ചത് ഒരുപാട് പ്ലാന്റുകൾ കാച്ചതുണ്ട്. കാച്ചത് ചെറുത് തൊട്ട് വലുത് വരെയുള്ളതുണ്ട് ഇവിടെ രണ്ടിടത്തും കൂടി കാണും. പ്ലാന്റുകൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല. ഇതെല്ലാം കാട്ടിമൻ്റെ പ്ലാന്റ് നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെയുള്ള പ്ലാന്റുകളുണ്ട്. കാട്ടിമൻ്റെ പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. പൂത്തതും പൂക്കാനായതും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പൂത്തതൊക്കെ കായായതും പൂത്തതൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല. ഇന്ത്യൻ മൊസമ്പി, വലിയ പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇന്ത്യൻ മൊസമ്പിൻ്റെ ഇത് USA പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഗുദാദത്ത്, ബ്രൂണൈ കിങ്ങിൻ്റെ ചെടികളാണ് അതൊക്കെ. എല്ലാം അങ്ങോട്ട് അറ്റത്തേക്ക് പോകുന്ന, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബ്രൂണൈ കിങ്ങിൻ്റെ ചെടികളാണ്. വലിയ ചെടികളാണ്, കായ്ക്കാനായ പ്ലാന്റുകളാണ്. കാച്ചതുകൊണ്ട് കായ്ക്കാനായതുകൊണ്ട് വൈറ്റിലും ഒക്കെ. ഇതെല്ലാം രത്നഗിരി അൽഫോൺസ. മട്ടോവ നമുക്കിവിടെ കാച്ചതുണ്ട്, ബാഗിൽ വെച്ച് കായ്പ്പിച്ചിട്ടുണ്ട് മട്ടോവ. ബങ്കനപ്പള്ളി, അതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങ കിടക്കുന്നത് കാണാൻ അങ്ങോട്ട് കടന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും അടുപ്പിച്ച് വെച്ചെടുക്കും. അതിപ്പോൾ വളർന്നപ്പോൾ ചെറുപ്പത്തിൽ അടുപ്പിച്ച് വെച്ചതാണ്, വളർന്നപ്പോൾ അത് ഭയങ്കര തിക്കും തിരക്കായി. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഇത് ചെറിയ പിരിവ് ഗ്രാൻഡിൻ്റെ ചെറിയ ചെടികളാണ്. നമുക്ക് ചെറിയ പിരിവ് ഗ്രാൻഡ് നമുക്ക് 3-4 തരമുണ്ട്, 3-4 കളറുണ്ട്. സവാന ചെടിയൊക്കെ ഉണ്ട്, സവാന ചെറിയെല്ലാം ഉണ്ട്. മട്ടോവ കാച്ചത്,
ഇവിടുന്ന് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. മട്ടോവ കാച്ചത് ബാഗിലാണ് നിൽക്കുന്നത്. ഒരു 5 വർഷമായ ചെടിയാണ്. ബാഗിൽ നിന്നിട്ട് അങ്ങനെ നിന്ന് കാച്ചതാണ്, മൂത്തിട്ട്. ഇതിങ്ങനെ പൊക്കി എടുക്കുന്നത് പ്ലാന്റുകളുടെ ഐറ്റ്, ആ പഴക്കങ്ങളോ ഐറ്റങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി എടുക്കുന്നത്.